റമദാനിന്റെ വരവേൽപ്പുമായി റമദാനെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങൾ, റമദാൻ വരുമ്പോൾ സ്വീകരിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഒരു റമദാനിന്റെ ആദ്യ രാത്രിയിൽ അവിടുന്ന് പറയുകയുണ്ടായി, യസ്തഖ്ബിലുക്കും വതസ്തഖ്ബിലൂൻ. 3 പ്രാവശ്യം ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, യസ്തഖ്ബിലുക്കും വതസ്തഖ്ബിലൂൻ, യസ്തഖ്ബിലുക്കും വതസ്തഖ്ബിലൂൻ, യസ്തഖ്ബിലുക്കും വതസ്തഖ്ബിലൂൻ. നിങ്ങൾക്ക് വരുന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങൾക്ക് ആഗതമാകുന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക. ഇത് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, വഹ്യുൻ നസൽ, വല്ല വഹ്യും ഇറങ്ങിയിട്ടുണ്ടോ, പുതിയതായി വല്ല സന്ദേശവുമുണ്ടോ? ഖാല, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ. വീണ്ടും സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അദുവുൻ ഹളർ, മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മെ ആക്രമിക്കാൻ വേണ്ടി വല്ല ശത്രുക്കളും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ? നമ്മിലേക്ക് വല്ല ശത്രുക്കളും വരുന്നുണ്ടോ? അവരെയാണോ നമ്മൾ നേരിടേണ്ടത്? അവരെയാണോ നാം സ്വീകരിക്കേണ്ടത്? ആ സമയത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിച്ചു, ഫമാദാ, പിന്നെ എന്തിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? അപ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യഗ്ഫിറു ഫീ അവ്വലി ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ ലികുല്ലി അഹ്ലി ഹാദിഹിൽ ഖിബ്ല അശാറ ബിയദിഹി ഇലൈഹ. വിശുദ്ധമായ കഅബ ശരീഫിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശുദ്ധമായ റമളാനിന്റെ ആദ്യ രാത്രിയിൽ ഈ കഅബയെ ഖിബ്ലയായി അംഗീകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ആ റമളാൻ നിങ്ങളിലേക്ക് ആഗതമാവുകയാണ്, സമാഗതമാവുകയാണ്, നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് വിശുദ്ധമായ റമളാനിന്റെ ആദ്യ രാത്രി എപ്പോഴാണോ മാസം കാണുന്നത് അതാണ് റമളാനിന്റെ ആദ്യ രാത്രി. അല്ലാതെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയതുപോലെ നമ്മൾ നോമ്പനുഷ്ഠിച്ചിട്ടുള്ള റമളാൻ 1 അങ്ങനെ മഗ്രിബിന് നമ്മൾ ഇഫ്താർ ചെയ്തു, അപ്പം അതോടുകൂടി റമളാൻ 2 നാം നോമ്പ് പോലും നോക്കിയിട്ടുണ്ടാവില്ല ഒരു പക്ഷെ. ആ റമളാനിന്റെ മാസം കണ്ട, അല്ലെങ്കിൽ റമളാൻ 1 ഉറപ്പിച്ച ആ രാത്രി, ഒരിക്കൽ ഷഅബാൻ 29 മാസം കണ്ട, അല്ലെങ്കിൽ ഷഅബാൻ 30, ആ 30ന്റെ രാത്രി. ഏതായാലും റമളാനിന്റെ ആദ്യ രാത്രിയിൽ നമ്മൾ നല്ലവണ്ണം അള്ളാഹുവിനെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കേണ്ട രാത്രിയാണ്. ആരാധനകൾക്ക് ഒരുപാട് പ്രതിഫലമുള്ള രാത്രിയാണ്. മഹാന്മാര് പറഞ്ഞത് കാണാം, റമളാനിന്റെ ആദ്യ രാത്രിയിൽ ഒരാൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും ആ സുന്നത്ത് നിസ്കാരത്തിൽ 2 റക്അത്തിലും കൂടിയായിട്ട് സൂറത്തുൽ ഫത്ഹ് ഓതി 2 റക്അത്ത് നിസ്കരിച്ചാൽ ഹുഫിള ദാലികൽ ആം, ആ വർഷം മുഴുവനും അവന് ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം സൂറത്തുൽ ഫത്ഹ് ഓതി നിർവഹിച്ചതിന്റെ കാരണമായിട്ട് ആ വർഷം മുഴുവനും അവർക്ക് സംരക്ഷണം ഉണ്ടാവും. എല്ലാ ആഫാത്ത് മുസീബാത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന്, ഉഖ്റവിയായ ദുനിയവിയായ എല്ലാ വിപത്തുകളിൽ നിന്നും അവനിക്ക് കാവലുണ്ടാവും. ഇത് നമ്മുടെ മഹാന്മാരൊക്കെ നമ്മളോട് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച കാര്യമാണ്. ബഹുമാനപ്പെട്ട ഖതീബ് ഷിർബീനി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ സൂറത്തുൽ ഫത്ഹിനെ വിശദീകരിക്കുന്നതിന്റെ അവസാന ഭാഗത്ത് ഈ റമളാനിന്റെ ആദ്യ രാത്രി സൂറത്തുൽ ഫത്ഹ് ഓതി നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആകെ 29 ആയത്ത് മാത്രമാണ് സൂറത്തുൽ ഫത്ഹ് ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്നുള്ള നിയ്യത്തോടു കൂടി, പ്രത്യേക പേരുകളൊന്നുമില്ല, മുത്തലക്കൻ സുന്നത്ത് നിസ്കാരമാണ്. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി 2 റക്അത്ത് ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നു നിയ്യത്ത് വെച്ച് സാധാരണ പോലെ വജ്ജഹത്ത് ഓതി, ഫാത്തിഹ ഓതി, സൂറത്തുൽ ഫത്ഹിന്റെ തുടക്കത്തിലുള്ള കൂടുതൽ ഭാഗം ആദ്യത്തെ റക്അത്തിലും, എന്നിട്ടത് പൂർത്തീകരിക്കാതെ കുറച്ച് ബാക്കി വെച്ച് 3 ആയത്തോ അല്ലെങ്കിൽ അവസാനത്തെ ആയത്ത് 29ാമത്തെ ആയത്ത് മാത്രം ബാക്കി വെച്ച് മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു തുടങ്ങുന്ന ആയത്താണ് എന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒറ്റായത്ത് മാത്രം 2ാമത്തെ റക്അത്തിൽ ഓതിയാൽ മതി. അല്ലെങ്കിൽ ഒരു 3
ആയത്തുകൾ അവശേഷിപ്പിക്കുക. 29 ആണെങ്കിൽ 26 ആയത്ത് ഒന്നാമത്തെ റക്അത്തിൽ ഓതി, 27, 28, 29. അതായത് ഒന്നാമത്തെ റക്അത്തിൽ കൂടുതലും രണ്ടാമത്തെ റക്അത്തിൽ അതിനേക്കാളും കുറവുമായിരിക്കണം. അങ്ങനെ നമ്മൾ റമദാനിന്റെ ആദ്യ രാത്രിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കുന്നു, റമദാന്റെ ആദ്യത്തെ നോമ്പ് നോക്കിയ രാത്രിയല്ല, അതിൽ റമദാന്റെ രണ്ടാം രാത്രിയാണ്. റമദാൻ തീരുമാനിച്ച നാളെയാണ് നോമ്പെങ്കിൽ ഇന്ന് രാത്രിയാണ് ഇത് ചെയ്യേണ്ടത്. ഈ വിഷയം എല്ലാവരും ശ്രദ്ധിക്കണം. അതിനു പുറമെ നമുക്കറിയാം, വിശുദ്ധമായ റമദാൻ ഖുർആനിന്റെ വാർഷിക മാസമാണ്. ആയതുകൊണ്ട് തന്നെ ഷഹ്റുൽ ഖുർആൻ എന്നുകൂടി വിശുദ്ധമായ റമദാനിനൊരു പേരുണ്ട്, ഷഹ്റുൽ ഖുർആൻ, ഖുർആന്റെ മാസം. ആയതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യാൻ വേണ്ടി ഈ റമദാനിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമദാനായിട്ടും ഒരു ഖത്മ് പോലും വിശുദ്ധമായ ഖുർആനിൽ നിന്നും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ വിശുദ്ധമായ റമദാനും വിശുദ്ധമായ ഖുർആനും നമുക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കും. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നാളെ ആഖിറത്തിൽ വിശ്വാസികൾക്ക് റമദാനും ഖുർആനും അനുകൂലമായും പ്രതികൂലമായും സാക്ഷി നിൽക്കുന്ന അവസ്ഥ വരും. ആയതുകൊണ്ടാണ് എല്ലാ റമദാനിലും നമ്മൾ അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹ്റ അശ്ശരീഫ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. അല്ലാഹു ഈ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷിയാക്കി തരണം, അനുകൂലമായി ലക്ഷ്യമാക്കി തരണം, പ്രതികൂലമായി സാക്ഷിയാക്കരുതേ, പ്രതികൂലമായി ലക്ഷ്യമാക്കരുതേ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നത്. ആയതുകൊണ്ട് ഖുർആൻ റമദാനിൽ ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഓതാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് ഖത്മുകളാവണം എന്നുള്ള ആ ഒരു തീരുമാനത്തില് ഖുർആനിൽ നിന്നും ഇങ്ങനെ അതിവേഗതയിൽ ഓതി ഒരു ചലഞ്ച് പോലെ 5 ഖത്മായി എന്ന് പറയണം, അങ്ങനെ ഓതിയത് കൊണ്ട് നമുക്ക് പ്രതിഫലം കിട്ടൂല. സയ്യിദ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുർആൻ സാവകാശം നിയമങ്ങളൊക്കെ അനുസരിച്ച് ഒരായത്ത് ഓതുന്നതും ഖുർആനിന്റെ നിയമങ്ങളൊന്നും പാലിക്കാതെ ശ്രദ്ധിക്കാതെ ഖുർആനിൽ നിന്നും ഒരുപാട് ഖത്മ് തീർക്കുന്നതും വെച്ച് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം നിയമാനുസൃതം അതബോടെ ഖുർആനിന്റെ നിയമങ്ങളും ഒക്കെ പാലിച്ച് സാവകാശം ഒരായത്ത് ഓതുന്നതാണ്. ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ഖത്മായി എന്ന് പറയണം എന്നുള്ള ഉദ്ദേശത്തിൽ ഖുർആൻ ശ്രദ്ധിക്കാതെ ഓതുന്നതിന് പകരം നല്ല സാവകാശം നല്ല ശ്രദ്ധയോടുകൂടി ഖുർആൻ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിന് പുറമെ പ്രധാനമായ ഒരു കാര്യം ഉണർത്താനുള്ളത്, ഖുർആൻ ഓതാൻ അറിയാത്തവർ ഈ ഖുർആന്റെ മാസമായ വിശുദ്ധമായ റമദാനിൽ ഖുർആൻ പഠിക്കാൻ തയ്യാറാവുക. ഇന്ന് ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ നമുക്ക് അതിന് സംവിധാനങ്ങളുണ്ട്. ഇനി ഓതാൻ അറിയാത്തവർ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കിയാൽ പോലും അതിന് പ്രതിഫലമുണ്ട്. ഓരോ പേജുകളിലേക്ക് കണ്ണോടിച്ച് നോക്കുക. അതുപോലെ നമുക്കറിയാം, വിശുദ്ധമായ റമദാൻ ലൈലത്തുൽ ഖദ്റിന്റെ മാസമാണ്. ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത് 27-ാം രാവിലാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൃത്യമായും ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നു. അത് സഹാബികളിലേക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പോൾ 2 സഹാബികൾ ഒരു കടവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലോ എന്തോ ഒരു വിഷയത്തിൽ പരസ്പരം കലഹിക്കുകയും തർക്കിക്കുകയും ചെയ്യുമായിരുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവിടെ സമയം കണ്ടെത്തുകയും ഇടപെടുകയൊക്കെ ചെയ്ത് അവസാനം ആ പ്രശ്നം സോൾവ് ആക്കി മസ്ലഹത്താക്കി ശേഷം പറഞ്ഞു, സത്യത്തിൽ ഇവിടെ വന്നത് ലൈലത്തുൽ ഖദ്ർ കൃത്യമായി ഇന്ന് രാവാണെന്ന് എനിക്ക് അള്ളാഹു അറിയിച്ചു തന്നിരുന്നു. ഇവിടെ എത്തി നിങ്ങളുടെ കലഹം കാരണം അതെനിക്ക് അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു. ആയതുകൊണ്ട് വിശുദ്ധമായ റമദാൻ സമാധാനത്തിന്റെ മാസമാണ്, ഐക്യപ്പെടേണ്ട മാസമാണ്. പരസ്പരം പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ആ പിണക്കം നിലനിൽക്കെ നിങ്ങളുടെ നോമ്പ് വെറും പട്ടിണി മാത്രമായിരിക്കും. ആയതുകൊണ്ട് റമദാൻ വരുന്നതിന് മുമ്പായി തന്നെ പരസ്പരം അനൈക്യമുള്ളവർ ഐക്യപ്പെടുക, പിണക്കമുള്ളവർ ഇണങ്ങുക. ആരുടെ ഭാഗത്താണ് ന്യായമെങ്കിലും എൻ്റെ ഭാഗം ക്ലിയർ ആണ്, അതുകൊണ്ട് ഞാൻ മിണ്ടൂല, അവൻ വന്ന് മിണ്ടിക്കോട്ടെ. ഇതൊന്നും ഒരു വിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. നിന്നോട് അക്രമം ചെയ്തവർക്കും നീ മാപ്പ് കൊടുക്കുക. തസ്ലുമൻ ഖതഅക്, നിന്നോട് കുടുംബബന്ധം മുറിച്ചവരോടും നീ കുടുംബബന്ധം ചേർക്കുക. തുഅതി മൻ ഹറമക്, നിനക്ക് നൽകാത്തവർക്കും നീ കൊടുക്കുക. ഇതാണ് ഇസ്ലാം. ഇതാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ആത്മവിശുദ്ധിയുടെ മാസമാണ് റമദാൻ. മനസ്സ് നന്നാക്കേണ്ട മാസം, ആത്മാവ് ശുദ്ധീകരിക്കേണ്ട മാസം, ആത്മീയമായി പുരോഗതി പ്രാപിക്കേണ്ട മാസം. മനസ്സ് നന്നാക്കണം, വിട്ടുവീഴ്ചയുടെ മാസമാണ് റമദാൻ. ഷഹ്റു തസാമുഹ് എന്നൊരു പേര് വിശുദ്ധമായ റമദാനുണ്ട്, വിട്ടുവീഴ്ചയുടെ മാസം.
ഷഹ്റു സദഖ, സദഖയുടെ മാസം എന്ന് പേരുണ്ട്. നമുക്കറിയാം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ദാനധർമ്മ പ്രിയരായിരുന്നു. അവിടുത്തെ ഏറ്റവും കൂടുതൽ ധർമ്മത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത മാസം റമദാനായിരുന്നു. റമദാനിൽ തന്നെ അവസാനത്തെ 10 പ്രത്യേകം അവിടുന്ന് തിരഞ്ഞെടുത്തിരുന്നു. അതുപോലെ തന്നെ ജുമയുടെ മഹത്വം പറയുന്നിടത്ത് കാണാം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ധർമ്മത്തിന് വേണ്ടി എന്തെങ്കിലും ചെറുത് മാറ്റിവെക്കും. അത് റമദാനിലെ വെള്ളിയാഴ്ച പ്രത്യേകം, അത് റമദാനിലെ അവസാനത്തെ 10 വെള്ളിയാഴ്ച അതിലേറെ പ്രത്യേകമായി സദഖയ്ക്ക് വേണ്ടി. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. വീഡിയോ ദീർഘമാവുന്നത് കൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് സുഫയുടെ ഡെയിലി ദർസ് റമദാനിലും ഉണ്ടാകും. അതിലൂടെ നമുക്ക് മറ്റു പല വിഷയങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാം. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ അങ്ങനെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി അറിയിച്ചു കൊടുത്തിരുന്നെങ്കിലും കലഹം കാരണമാണ് മറന്നുപോയത്. അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടം വന്നു അല്ലേ. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫ് ഷഹർ, 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠമായതാണ് ലൈലത്തുൽ ഖദ്ർ. 83 വർഷവും 4 മാസമൊക്കെയായി 1000 മാസം എന്ന് പറഞ്ഞാല് ഒരു ലൈലത്തുൽ ഖദ്ർ നമുക്ക് കൃത്യമായി അറിഞ്ഞാൽ ആ ഒരു രാത്രി മുതലാക്കിയാൽ തന്നെ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയും. ചില മഹാന്മാർ അതിന്റെ കാരണം പറഞ്ഞത് തന്നെ അത് അറിയിക്കാതിരിക്കാനുള്ള രഹസ്യം ആ രാത്രിയെ മാത്രം ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി മറ്റുള്ള ദിനങ്ങളിൽ ഇബാദത്തിന് പ്രാധാന്യം കൽപ്പിക്കൂല എന്നുള്ള കാരണം കൊണ്ടാണെന്നാ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാരണം. ലൈലത്തുൽ ഖദ്റിൽ നന്മക്ക് ഇരട്ടി പ്രതിഫലമുള്ളതുപോലെ 1000 മാസങ്ങളെക്കാളും പ്രതിഫലമുള്ളതുപോലെ ലൈലത്തുൽ ഖദ്ർ 27-ാം രാവാണ് അല്ലെങ്കിൽ 29-ാം രാവാണെന്ന് കൃത്യമായി അറിയിച്ചിട്ടും ആ മനഃപൂർവ്വം അതറിഞ്ഞിട്ടും തെറ്റു ചെയ്താൽ അതേപോലെ 1000 മാസം തെറ്റു ചെയ്ത ശിക്ഷയും കിട്ടിപ്പോകും. അതുകൊണ്ട് റമദാൻ മുഴുവനും ലൈലത്തുൽ ഖദ്റിനെ നമ്മൾ പ്രതീക്ഷിക്കുക. അവസാനത്തെ 10-ലാണ് കൂടുതൽ സാധ്യത. അവസാനത്തെ 10-ൽ തന്നെ ഒറ്റയിട്ട രാവുകൾ 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, ഇതിനൊക്കെ നമ്മൾ പ്രത്യേകം പരിഗണന കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ കൊണ്ടും റമദാനിലെ ലൈലത്തുൽ ഖദ്ർ കൊണ്ടും വിജയിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ നമുക്കറിയാം ആദ്യത്തെ 10 അവ്വലുഹു റഹ്മത്തുൻ വഔസതുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖുൻ മിനൻ നാർ. റമദാനിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ കാരുണ്യത്തിന്റെ അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുന്ന ദിനരാത്രങ്ങൾ. മധ്യത്തിലുള്ള 10 അല്ലാഹു പാപമോചനം നൽകുന്ന 10. അവസാനത്തെ 10 നരകമോചനത്തിന്റെയും സ്വർഗപ്രവേശനത്തിന്റെയും. അതുകൊണ്ടാണ് നമ്മൾ 5 വക്ത് നിസ്കാര ശേഷം നമുക്കറിയാം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമദാനിൽ നിങ്ങൾ ഷഹാദത്ത് വർദ്ധിപ്പിക്കണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, സ്വർഗത്തെ ചോദിക്കുന്നത് വർദ്ധിപ്പിക്കണം, നരകത്തിനെ കാക്കുന്നത് വർദ്ധിപ്പിക്കണം. ആ ഒരു ഹദീസിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ മഹാന്മാര് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അല്ലാതെ ആരാധ്യനുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നഹ, നിന്നോട് ഞാൻ സ്വർഗ്ഗം ചോദിക്കുന്നു. വഅഊദു ബിക മിനൻ നാർ, നരകത്തിൽ നിന്ന് നിന്നോട് ഞാൻ മോചനം തേടുന്നു. എപ്പോഴും 5 വക്ത് നിസ്കാര ശേഷം എന്നല്ല, എപ്പോഴും ഇത് വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. ആദ്യത്തെ 10-ൽ അതിനുശേഷം അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. മധ്യത്തിൽ 10 വരുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അവസാനത്തെ 10 വരുമ്പോൾ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ, നരകത്തിൽ നിന്നും എനിക്ക് മോചനം നൽകണം. വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, സ്വർഗ്ഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കണം. അതിന് പുറമെ അവസാനത്തെ 10 നേരത്തെ പറഞ്ഞതുപോലെ ലൈലത്തുൽ ഖദ്റിന് വളരെ പ്രതീക്ഷയുള്ള രാത്രിയായതുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹദി ആയിഷ ബീവി ചോദിക്കുന്നു, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ എന്താണ് വർദ്ധിപ്പിക്കേണ്ടത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് അവസാനത്തെ 10-ൽ നമ്മൾ ആ ദുആ കൂടി നമ്മൾ അവിടെ നമ്മുടെ ദുആകളിൽ ചേർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തറാവീഹ് നിസ്കാരം നമുക്കറിയാം റമദാനിൽ മാത്രമായിട്ടുള്ളത്. ഖുർആൻ റമദാൻ അല്ലെങ്കിലും ഉണ്ട്, സദക്ക റമദാൻ അല്ലെങ്കിലും ഉണ്ട്, 5 വക്ത് നിസ്കാരം റമദാൻ അല്ലെങ്കിലും ഉണ്ട്. റമദാനിൽ പ്രത്യേകമായിട്ടുള്ളത് തറാവീഹ് നിസ്കാരമാണ്. അത് 20 റക്അത്ത് തന്നെ നമ്മൾ നിസ്കരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. തറാവീഹ് എന്ന് പറഞ്ഞ ആ പേര് തന്നെ തറാവീഹ് 20 റക്അത്താണ് എന്ന് തെളിയിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ കിടക്കുന്നില്ല. അതുകൊണ്ട് തറാവീഹ് 20 റക്അത്ത് നമ്മൾ മുടങ്ങാതെ ഒറ്റ തറാവീഹ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല പുരുഷന്മാർക്ക്.
സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അശുദ്ധിയുള്ള സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സഹോദരിമാരോട് പറയണം, അശുദ്ധിയുള്ള സമയത്തും നോമ്പ് വെക്കാൻ പറ്റില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല എന്ന് കരുതി ഒരു ഇബാദത്തും ഇല്ലാതിരിക്കരുത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് തുടങ്ങിയ അതുപോലെ തന്നെ മറ്റ് റമദാനിൽ ചൊല്ലേണ്ട ദുആകൾ വർദ്ധിപ്പിക്കണം, ദിക്റുകൾ വർദ്ധിപ്പിക്കണം, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം, സ്വർഗപ്രവേശനം ചോദിക്കണം, നരകമോചനം തേടണം, തൗബകൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ നല്ലൊരു ജീവിതത്തിന് ഞാൻ തുടക്കം കുറിക്കണം. അള്ളാഹു ഇനിയും ഒരുപാട് കാര്യം പറയാനുണ്ട്. വീഡിയോ ദീർഘമാകുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു വിശുദ്ധമായ റമദാൻ ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ പാവങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി തരട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സാധിപ്പിച്ച പ്രയാസങ്ങളൊക്കെ തീർത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.